ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മല്ലു ലെൻസിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലു ലെൻസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അയർലൻഡിലെ കൗണ്ടി വിക്ലോയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രേ എന്ന സ്ഥലത്തിലെ കാഴ്ചകളാണ്. ബ്രേ ബീച്ചിലെ കാഴ്ചകളാണ്. വളരെ മനോഹരമായ അയർലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് ബസ്സിലോ ടാക്സിയിലോ ട്രെയിനിലോ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് ബസ്സിൽ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമ്മൾ ഈ ഒരു ബീച്ചിൽ എത്തിച്ചേരുന്നത്. വളരെ മനോഹരമായ ഒരു കൗണ്ടിയാണ് വിക്ലോ കൗണ്ടി. ഞാൻ എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കുന്നത് ബസ്സിലെ യാത്രകളാണ്. ബസ്സിൽ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബ്രേയിലേക്കുള്ള ഈ ഒരു യാത്രയും ബസ്സിലാണ് ഞാൻ പോകുന്നത്. പോകുന്ന വഴികളിലെല്ലാം കേരളത്തെ ഓർമ്മിപ്പിക്കും വിധം വളരെ ഗ്രീനറി, വളരെ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒടുവിൽ നമ്മൾ ബ്രേ ബീച്ചിലെ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ബ്രേ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പും ഉള്ളത്. അതുപോലെ തന്നെ ഈ ബ്രേ ബീച്ചിനോട് വളരെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. അതുകൊണ്ട് ട്രെയിനിൽ വരുന്നവർക്കും വളരെ ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് ഈ ബീച്ചിലേക്കുള്ളത്. എല്ലാ ബീച്ചുകളിലേക്കും നമ്മൾ ആദ്യം ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീല് തന്നെയാണ് എനിക്കും ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആദ്യ കാഴ്ചകളിൽ തന്നെ എനിക്ക് കിട്ടിയത്. അതിമനോഹരമായ ഒരു ബീച്ച് തന്നെയാണ് ഈ ബ്രേ ബീച്ച്. കൗണ്ടി വിക്ലോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബ്രേ ബീച്ച് കാണാൻ വളരെ മനോഹരമാണ്. ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
നമ്മുടെ നാടുകളിൽ കാണുന്ന ബീച്ചുകളിൽ കാണുന്ന വലിയ തിരമാലകൾ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു ബീച്ചാണിത്. അതുകൊണ്ട് തന്നെ കാണാൻ വളരെ ഭംഗിയാണ്. നമ്മുടെ നാടുകളിൽ കടലിൽ അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലെല്ലാം മണൽ തിട്ടകൾ, മണൽ കൂനകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇവിടെ വെള്ളാരം കല്ലുകൾ, ഇവിടെ പലതരത്തിലുള്ള കല്ലുകളാണ് കാണാൻ സാധിക്കുന്നത്. മണൽ ഇവിടെ കാണാനേ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. ബ്രേ ബീച്ചിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അയർലൻഡിൽ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡാണ് ഈ ഒരു ബീച്ചിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ ആകാശവും നല്ല വെയിലുമാണ് ഇന്ന് ഇവിടെ അനുഭവിക്കാൻ സാധിച്ചത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ബീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായ നടപ്പാതകളും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും അതുപോലുള്ള പലതരം കാഴ്ചകൾ എനിക്കിവിടെ കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ ഒരു കാഴ്ചകളായിരുന്നു അതെല്ലാം. ഈ ബ്രേ ബീച്ചിനോട് തൊട്ടടുത്ത് തന്നെ സീ ലൈഫ് എന്ന ഒരു അക്വേറിയം ഉണ്ട്. അത് കാണാൻ വളരെ മനോഹരമാണ്. സമ്മർ ആയാലും വിൻ്റർ ആയാലും യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള പുഷ്പങ്ങൾ, പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായി സംരക്ഷിച്ചു പോകുന്നുണ്ട്. എല്ലാ സീസണുകളിലും പ്രത്യേക തരം പുഷ്പങ്ങൾ കൊണ്ട് അവർ നല്ല രീതിയിൽ എല്ലാ ഗാർഡനുകളും ഇവിടെ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബീച്ചിൽ വളരെ കൗതുകകരമായ ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കടലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന കപ്പലുകളും മറ്റും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടും ബീച്ച് ആയതുകൊണ്ടും തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒട്ടനവധി റെസ്റ്റോറൻറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള പല രാജ്യങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഞാനും ഫ്രണ്ട്സും കൂടി റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് തിരികെ പോയത്.
വളരെ മനോഹരമായ, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. നല്ല കാഴ്ചകൾ ആയിരുന്നു ബ്രേ ബീച്ചിലെ കാഴ്ചകൾ. എല്ലാം കണ്ടതിന് ശേഷം രാത്രിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അയർലൻഡിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മല്ലു ലെൻസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.